സുഡാനിലെ സംഘർഷം തങ്ങൾ ആർക്കും ആയുധങ്ങൾ വിതരണം ചെയ്യുന്നില്ലെന്ന് UAE. ഇക്കാര്യം ഐക്യരാഷ്ട്രസഭയെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സുഡാൻ ഉപരോധ വ്യവസ്ഥയെക്കുറിച്ചുള്ള UN സുരക്ഷാ കൗൺസിലിന്റെ വിദഗ്ധ സമിതിയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ടെന്നും UAE സുരക്ഷാ സൈനികകാര്യ സഹമന്ത്രി സലേം അൽ ജാബേരി വ്യക്തമാക്കി. രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിൽ 2 വർഷത്തോളമായി നടന്നുവരുന്ന യുദ്ധം സുഡാനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ഉടൻ യുദ്ധം അവസാനിപ്പിക്കുകയും സഹായം എത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ സ്ഥിതി കൈവിട്ടു പോകുമെന്ന് ഐക്യരാഷ്ട്രസഭ ലോകരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷം എമിറേറ്റ്സ് പാകിസ്ഥാനിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിലേക്കും വിമാനത്താവളങ്ങളിലേക്കുമുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് എമിറേറ്റ്സ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പാകിസ്ഥാനിലേക്കുള്ള കണക്റ്റിംഗ് വിമാനങ്ങളിൽ ബുക്ക് ചെയ്ത ഉപഭോക്താക്കളെ യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും ആരും ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ വിമാനത്താവളത്തിലേക്ക് വരേണ്ടതില്ലെന്നും എയർലൈൻ അറിയിച്ചിട്ടുണ്ട്. ദുബായ് സിവിൽ ഡിഫൻസ് മുൻ മേധാവി അലി അൽ സയ്യിദ് ഇബ്രാഹിം അൽ സാദയുടെ നിര്യാണം ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അനുശോചനം രേഖപ്പെടുത്തി. തന്റെ ഭരണകാലത്ത് സിവിൽ ഡിഫൻസ് സംവിധാനം വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം ഗണ്യമായ ശ്രമങ്ങൾ നടത്തിയെന്നും ജനങ്ങളെ സേവിക്കുന്നതിൽ സംഭാവന നൽകിയ സമർപ്പിത വ്യക്തികളോട് ദുബായ് എപ്പോഴും വിശ്വസ്തത പുലർത്തുമെന്നും UAE പ്രതിരോധ മന്ത്രി കൂടിയായ ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി. ദുബായിലെ അൽ ഷുഹാദ പള്ളിയിൽ അൽസാദയുടെ മയ്യത്ത് നമസ്കാരം നടന്നു. അബുദാബിയിൽ മഞ്ഞവരയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളിലൂടെ വാഹനമോടിച്ചാൽ 1000 ദിർഹം പിഴയും 6 ട്രാഫിക് പോയിന്റുകളും. മഞ്ഞവരയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗം അടിയന്തര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. സാധാരണ സാഹചര്യങ്ങളിൽ വാഹനമോടിക്കുന്നവർക്ക് ഉപയോഗിക്കാവുന്ന റോഡ് ലൈൻ അല്ല ഇതെന്നും പോലീസ് വ്യക്തമാക്കി. ഓവർടേക്ക് ചെയ്യാനും ഇതുവഴി കടക്കാൻ പാടുള്ളതല്ല. UAE ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതം. നാളെയും ഇതേ കാലാവസ്ഥ തുടരും. 35 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമാകുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളി മരിച്ചു. ഏറ്റുമാനൂർ പട്ടിത്താനം പുലിയളപ്പറമ്പിൽ ജോജി ജോസഫാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. സ്വകാര്യ കമ്പനിയിലെ ഡ്രൈവറായിരുന്നു. മെഡിക്കൽ പാർട്ട്ണർഷിപ്പിന്റെ മറവിൽ അറബ് ഡോക്ടറുടെ പണം തട്ടിയെടുത്ത കേസിൽ യൂറോപ്യൻ പൗരന് 6 ലക്ഷം ദിർഹം പിഴയും 1 മാസം തടവും. ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ നാട് കടത്താനുമാണ് ദുബായ് കോടതിയുടെ ഉത്തരവ്. ദുബായിൽ 70 ലക്ഷം ദിർഹം നിക്ഷേപിച്ച് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ സ്ഥാപിക്കുന്നതിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് ഇയാൾ അറബ് ഡോക്ടറുടെ കയ്യിൽ നിന്നും 6 ലക്ഷം ദിർഹം തട്ടിയെടുത്തത്. അബുദാബി ബിഗ് ടിക്കറ്റ് വാരാന്ത്യ നറുക്കെടുപ്പിൽ 5 പേർക്ക് സമ്മാനം. ഇതിൽ 3 മലയാളികൾ. 1.5 ലക്ഷം ദിർഹം വീതമുള്ള സമ്മാനമാണ് അബുദാബിയിൽ ബിസിനസ്സുകാരനായ ശിവാനന്ദൻ രാമഭദ്രൻ, ഷാർജയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന കമലാസനൻ ഓമന രാജി, ബഹ്റൈനിൽ മെക്കാനിക്കൽ ഫിറ്ററായി ജോലി ചെയ്യുന്ന പ്രശാന്ത് തോട്ടത്തൊടി മറപ്പ എന്നിവർക്ക് ലഭിച്ചത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച അനാശാസ്യ പ്രവർത്തനം. 6 പ്രവാസി യുവതികൾ അറസ്റ്റിൽ. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇവർ ആളുകളെ ആകർഷിച്ചിരുന്നത്. സൗദിയിൽ ഇത്തരം സംഭവങ്ങൾ അപൂർവമാണ്. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ റെയ്ഡിലാണ് യുവതികൾ പിടിയിലാകുന്നത്. മലയാളത്തിന്റെ സുഹൃതമായിരുന്ന MTയുടെ ചിത്രങ്ങളിലെയും ഭാവഗായകൻ ജയചന്ദ്രന്റെയും ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഗാനാർച്ചന ജയവാസുദേവം എന്ന പേരിൽ ഈ മാസം 17-ന് ഷാർജ ബുക്ക് അതോറിറ്റിയിൽ നടക്കും. പ്രേം കബീർ സംവിധാനം ചെയ്യുന്ന പരിപാടിയിൽ നാസർ ബേപ്പൂർ മുഖ്യാതിഥിയായിരിക്കും.